എൻ്റെ ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ നമ്മളിൽ നല്ലൊരു ശതമാനം മനുഷ്യരും പ്രാർത്ഥിക്കാനായി മറന്നുപോയ ഒരു വിഭാഗം മനുഷ്യരാണ് നമ്മളിലൂടെ കഷ്ടനഷ്ടങ്ങൾ സഹിക്കേണ്ടി വന്ന, ആ കഷ്ടനഷ്ടങ്ങൾ മൂലം മരിച്ചുപോയ ആ മനുഷ്യർ, അവരുടെ കുടുംബാംഗങ്ങൾ, അവരുടെ തലമുറകൾ. ഇവർക്കൊക്കെ വേണ്ടിയും നമ്മൾ പ്രാർത്ഥിക്കാൻ വളരെയധികം കടപ്പെട്ടിരിക്കുന്നു. അതിന് പല കാരണങ്ങളുണ്ട്. ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഇവരുടെ ആ തലമുറകളെ അനുഗ്രഹിക്കാതെ, അല്ലെങ്കിൽ ഇവരുടെ തലമുറകൾക്ക് ഒരു സമാധാനം കിട്ടാതെ നമുക്ക് ജീവിതത്തിൽ ഒരു സമാധാനവും ഒരു സ്വസ്ഥതയും കിട്ടുന്നതിനുള്ള സാധ്യത വളരെ കുറവാണ്. അതിന് പ്രധാന കാരണമായി ഞാൻ കണ്ടെത്തിയിരിക്കുന്ന 2 വചനങ്ങൾ. ഒരു വചനം ഇങ്ങനെയാണ്, ഉൽപ്പത്തി 4:10. എന്നാൽ കർത്താവ് പറഞ്ഞു, നീ എന്താണ് ചെയ്തത്? നിൻ്റെ സഹോദരൻ്റെ രക്തം മണ്ണിൽ നിന്ന് എന്നെ വിളിച്ചു കരയുന്നു. ഇത് ഉൽപ്പത്തിയിൽ കായേൽ ആബേലിനെ കൊന്ന ശേഷം ദൈവം കായേലിനോട് പറയുന്ന വാക്കുകളാണിത്. നിൻ്റെ സഹോദരൻ്റെ രക്തം മണ്ണിൽ നിന്ന് എന്നെ വിളിച്ചു കരയുന്നു. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വചനമാണ് വെളിപാടിൻ്റെ പുസ്തകവും 6:10. വലിയ സ്വരത്തിൽ അവർ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, പരിശുദ്ധനും സത്യവാനുമായ നാഥ, ഭൂമിയിൽ വസിക്കുന്നവരുടെ മേൽ വിധി നടത്തി ഞങ്ങളുടെ രക്തത്തിന് പ്രതികാരം ചെയ്യാൻ അങ്ങ് എത്രത്തോളം വൈകും? ഈ വചനം വളരെ ശ്രദ്ധിച്ച് കേൾക്കുക, മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പരിശുദ്ധനും സത്യവാനുമായ നാഥ, ഭൂമിയിൽ വസിക്കുന്നവരുടെ മേൽ ന്യായവിധി നടത്തി ഞങ്ങളുടെ രക്തത്തിന് പ്രതികാരം ചെയ്യാൻ അങ്ങ് എത്രത്തോളം വൈകും? ഇത് മരിച്ചുപോയ നീതിമാന്മാരുടെ ആത്മാക്കൾ ദൈവസന്നിധിയിൽ പ്രതികാരത്തിനായി ദൈവത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇത്തരത്തിലുള്ള ഒരു പ്രതികാരം ഇങ്ങനെ മരിച്ചുപോയ ആത്മാക്കൾ ദൈവസന്നിധിയിൽ നിരന്തരം ചോദിക്കുന്നുണ്ട്. അത് പല ജീവിതങ്ങളിലും ഞാൻ കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, സമാന രീതിയിലുള്ള മരണങ്ങൾ, സമാന രീതിയിലുള്ള ജീവിതാവസ്ഥകൾ, സമാന രീതിയിലുള്ള രോഗങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള പല പല കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രധാന കാരണം നമ്മൾ നമ്മുടെ പൂർവികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ തുല്യ പ്രാധാന്യത്തോടു കൂടി നമ്മൾ പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിരിക്കുന്ന മനുഷ്യരാണ് ഈ നമ്മളുടെ തലമുറകളിലൂടെ കഷ്ടനഷ്ടങ്ങൾ സഹിച്ച് കടന്നു പോകേണ്ടി വന്ന മനുഷ്യരും അവരുടെ തലമുറകളും. അപ്പോൾ അവർക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാരങ്ങളും ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും ക്രമേണ കുറഞ്ഞു വരും. അത് നമ്മുടെ ജീവിതത്തെ വളരെയധികം നന്മയിലേക്ക് അല്ലെങ്കിൽ രക്ഷയിലേക്ക് നയിക്കും. പല അനുഭവങ്ങളും ഉണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ പൂർവികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ അവരിലൂടെ അവർ കാരണം നശിച്ചുപോയ മനുഷ്യർക്കും അവരുടെ തലമുറകൾക്കും വേണ്ടി പ്രാർത്ഥിക്കണം. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഉദാഹരണം പറഞ്ഞാൽ, ഒരു ജന്മിയുടെ വീട്ടിൽ പണിയെടുക്കുന്ന ഒരു തൊഴിലാളിക്ക് അവൻ അർഹിക്കുന്ന രീതിയിലുള്ള കൂലി കൊടുക്കുന്നില്ല എങ്കിൽ ആ കൂലി ഈ ജന്മിയുടെ വീട്ടിൽ എന്നും പ്രതികാരത്തിനായി ഇങ്ങനെ അവിടെ ഉണ്ടായിരിക്കും. കാരണം ഈ കൂലി കൃത്യമായിട്ട് കൊടുത്തിരുന്നെങ്കിൽ ഈ തൊഴിലാളിയുടെ മക്കൾക്ക് കുറേ കൂടി മെച്ചപ്പെട്ട വിദ്യാഭ്യാസവും കുറച്ചുകൂടി മെച്ചപ്പെട്ട ജീവിത സാഹചര്യവും കിട്ടുമായിരുന്നു. അതിനെല്ലാം തടസ്സം നിന്നത് ഈ ജന്മിയാണ്. അങ്ങനെ പല കാര്യങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള അഭിവൃദ്ധികൾ എല്ലാം അല്ലെങ്കിൽ ഈ മക്കളുടെ അഭിവൃദ്ധികളെല്ലാം ഒരു പരിധിവരെ തടയപ്പെടുന്നത്
ഇത്തരത്തിലുള്ള തെറ്റുകുറ്റങ്ങൾ കൊണ്ടാണ്. അത് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ദാവീദിൻ്റെ ജീവചരിത്രത്തിൽ നമുക്ക് കാണാം. സോളമന് കിരീടം കിട്ടാൻ കാരണം ദാവീദിൻ്റെ തെറ്റ് തന്നെയാണ്. യഥാർത്ഥത്തിൽ രാജകീയ ഇത് പ്രകാരം ഈ കിരീടാവകാശം കിട്ടേണ്ടത് ദാവീദിൻ്റെ മൂത്ത മകനാണ്. പക്ഷെ അങ്ങനെയല്ല, സോളമനാണ് ഈ അവകാശം ദൈവം കൊടുക്കുന്നത്. ഇതുപോലെ തന്നെ നിത്യജീവിതത്തിൽ അല്ലെങ്കിൽ അനുദിന ജീവിതത്തിൽ മിക്കയിടങ്ങളിലും ഞാൻ കണ്ടിരിക്കുന്ന പ്രതിഭാസമുണ്ട്. പണ്ട് ഉടമയായിരുന്നവൻ ഇന്ന് അടിമയെപ്പോലെയും, പണ്ട് അടിമയായിരുന്നവൻ ഇന്ന് ഉടമയെപ്പോലെയും ജീവിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ പണ്ട് ഉടമയായിരുന്നവൻ്റെ തലമുറകൾ ഇന്ന് അടിമകളെപ്പോലെയും, പണ്ട് അടിമയായിരുന്നവൻ്റെ തലമുറകൾ ഇന്ന് ഉടമകളെപ്പോലെയും ജീവിക്കുന്നത് ഞാൻ ധാരാളം കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു കൈമാറ്റം, അനുഗ്രഹത്തിൻ്റെ കൈമാറ്റം അവിടെ സംഭവിക്കും. അത് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് പറഞ്ഞത്, നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ മുൻ തലമുറകളുടെ തെറ്റുകുറ്റങ്ങൾ മൂലം കഷ്ടതയും നഷ്ടങ്ങളും സഹിച്ച് മരിച്ച അല്ലെങ്കിൽ അങ്ങനെ കടന്നു പോകേണ്ടി വന്ന തലമുറകളുടെ സമാധാനത്തിനും പുനരുജ്ജീവനത്തിനും ക്ഷേമത്തിനൊക്കെ വേണ്ടി നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഭാരങ്ങൾ കുറേ കൂടി ലഘൂകരിക്കപ്പെടും. പ്രാർത്ഥനകളൊക്കെ കുറേ കൂടി എളുപ്പം സ്വീകാര്യമാകും.